ബാക്ക് ടു നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഫിസിക്സിലെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിലത്തെ ഫൈനൽ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഒറ്റ ടോപ്പിക്കാണ് കവർ ചെയ്യുന്നുള്ളൂ. അത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്നുള്ളത് ടോപ്പിക്കാണ്. അതൊരു ഇൻസ്ട്രുമെൻ്റാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ കാണാൻ പോവുകയാണ്. ഈ ഒരു ടോപ്പിക്കിൽ ഓർക്കേണ്ടതായിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിഗറാണ്. ഇതാണ് ഒരു മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ മെയിൻ പാർട്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്, ഇതുപോലെ രണ്ട് മാഗ്നറ്റുകളുണ്ട് ഒന്നാമത്തത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു കോയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഒരു റെക്റ്റാങ്കുലർ കോയിലാണ്. അതോടൊപ്പം തന്നെ ഈ കോയിലിനൊരു സോഫ്റ്റ് അയൺ കോറുമുണ്ട്. അതൊക്കെയാണ് ഈ കോയിലിൻ്റെ പ്രത്യേകത. ഇതെന്ന് പറയുന്നത് ഒരു സ്പ്രിങ് ആണ്. ഈ ഒരു വര എന്ന് പറയുന്നത് പോയിൻ്ററാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ കണക്ട് ചെയ്യുന്ന വയറാണ്. ഈ രണ്ടറ്റങ്ങളാണ് ഗാൽവനോമീറ്ററിൻ്റെ രണ്ട് ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നോക്കാം. ആദ്യം നമുക്ക് മാഗ്നറ്റിൻ്റെ കാര്യം നോക്കാം. ഈ മാഗ്നറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, നമ്മൾ സാധാരണ വരയ്ക്കുന്ന മാഗ്നറ്റ് പോലെയുള്ള ഷേപ്പ് വ്യത്യാസമുണ്ട്. ഉള്ളിലേക്ക് കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ മാഗ്നറ്റുകൾക്കൊരു പ്രത്യേക പേരുണ്ട്. ഇവ നമ്മൾ സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്സ് എന്ന് പറയും. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ കോയിലിന് എപ്പോഴും യൂണിഫോം ആയിട്ടുള്ള ഒരു റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിലിണ്ട്രിക്കൽ മാഗ്നറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്? യൂണിഫോം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മാഗ്നറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോയിലിനെ കുറിച്ചിട്ടാണ്. ഈ കോയിലിന് സോഫ്റ്റ് അയണിൻ്റെ ഒരു കോറുണ്ട്. എന്തിനാണ് നമ്മൾ സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതാണ് ഈ കോയിലിൻ്റെ കേസിൽ പറയാനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് അതെന്താ സംഭവം എന്നുള്ളത്, നമുക്ക് ഒരു കോയിലിൽ ഒരു കറണ്ട് ക്യാരി കോയിൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് അനുഭവപ്പെടുന്നുള്ളത് നമ്മൾ അറിയാം. അതിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു BI/AN സൈൻ തീറ്റ. ഇതിൽ IAN എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് MB സൈൻ തീറ്റ എന്ന് എഴുതാനായിട്ട് സാധിക്കും. എമ്മും ബിയും തമ്മിലുള്ള ആംഗിളാണ് സൈൻ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ളത്. എമ്മിൻ്റെ ഡയറക്ഷൻ എന്താണ്? ഈ ഒരു കോയിലിന് നോർമലായിട്ട്, ഈ കോയിലിന് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോയിൽ ഈ ബോർഡിൻ്റെ അതേ പ്ലെയിനിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വ്യൂവറിനെ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എമ്മിൻ്റെ ഡയറക്ഷൻ ഇതാണ്. ഈ ഒരു ടോർക്ക് മാക്സിമം ആവാനായിട്ടുള്ള കണ്ടീഷൻ എന്താണ്? ഈ സൈൻ തീറ്റ എന്ന് പറയുന്നത് 1 ആവാനായിട്ട്. സൈൻ തീറ്റ എപ്പോഴാണ് 1 ആവുക? സൈൻ 90ലാണ്. അപ്പോൾ ബിയുടെ ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 90 ഡിഗ്രി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ഈ കോയിൽ ഇത്തിരി റൊട്ടേറ്റ് ചെയ്താൽ അപ്പോഴും ടോർക്ക് അനുഭവപ്പെടും, കാരണം അപ്പോഴും ആംഗിൾ 90 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഈ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് നമ്മൾ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുന്നത്. ഇനി ഈ കോയിലിനെ കുറിച്ചിട്ട് പറയാം. ഇനി ഈ കോയിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കോയിലിൽ മെനി നമ്പർ ഓഫ് ടേൺസ് ഉണ്ടായിരിക്കും. എന്താ പറയുക, കുറേ അധികം ടേൺസ് ഉള്ളതായിരിക്കും. അതിനൊരു സോഫ്റ്റ് അയൺ കോറും ഉണ്ട്. ഈ കോയിൽ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഫ്രീ ആണ്. എങ്ങനെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് അതിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി ആ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന വയറുകൾ, ഈ വയറുകളാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകതയായിട്ടുള്ളത്. ഈ വയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക മെറ്റീരിയലിലൂടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ മെറ്റീരിയലാണ് ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നത്. ആ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഈ ഗാൽവനോമീറ്റർ സാധാരണ നമ്മളെ ലാബിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. കറണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യും. അങ്ങനെ ഈ കോയിൽ ടോർക്ക് അനുഭവപ്പെട്ടിട്ട് അത് ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ ഈ കോയിൽ മൂലമാണ് നമ്മൾ ടോർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ വയർ മൂലം വേറൊരു ടോർക്ക് അനുഭവപ്പെട്ട് ഫോഴ്സ് ഒക്കെ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അളക്കണതെല്ലാം തെറ്റില്ലേ? അപ്പോൾ ഈ ഒരു വയർ മൂലം ഒറ്റ ടോർക്കോ ഫോഴ്സോ ഒന്നും അനുഭവപ്പെടാനായിട്ട് പറ്റില്ല. പക്ഷേ നമ്മൾ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും അനുഭവപ്പെടും. അങ്ങനെ എന്ന് പറയുക ഈ ഫോഴ്സും ടോർക്കൊക്കെ പറ്റാവുന്ന അത്രയും മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നത്. അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് ഈ സ്പ്രിങ്ങും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണക്റ്റിംഗ് വയറും സ്പ്രിങ്ങും ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ ഫോസ്ഫർ ബ്രോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പോയിൻ്റർ. നമ്മുടെ ഡിഫ്ലക്ഷൻ എന്തോരമുണ്ട്, എത്ര ആംഗിളിലാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പോയിൻ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതുവരെയായിട്ട് പറഞ്ഞത്?
രണ്ട് മാഗ്നറ്റുകൾ ഉപയോഗിക്കുന്നത് സിലിണ്ടറിക്കൽ മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്തിനാണ്? റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനായിട്ട്. ഈ കോയിലുണ്ട്, അതിന് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. അതിനൊരു സോഫ്റ്റ് അയൺ കോറുണ്ട്. ഈ കോയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫ്രീലി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് കണക്ട് ചെയ്യുന്ന വയർ എന്ന് പറയുന്നത് ഫോസ്ഫർ ബ്രോൺസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതേ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെയാണ് സ്പ്രിങ്ങും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ ഉപയോഗിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മെഷർ ചെയ്യുന്നതിൽ കൂടുതൽ എന്താ പറയുക ആക്യുറേറ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നത്. പിന്നത്തെ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ് കണക്റ്റിംഗ് ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോയിൻ്റർ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്ന് പറയുന്നത് ഒറ്റൊരു അതിന് പറയാനുള്ളത് നമ്മൾ പഠിച്ചു തന്നെയാണ്. ഇത് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ലൂപ്പ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൂപ്പിലൂടെ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ ലൂപ്പിന് ഒരു ടോർക്ക് അനുഭവപ്പെടും. അതാണ് ഇതിൻ്റെ തിയറി എന്ന് പറയുന്നത്. എന്താണ്, ഇപ്പോൾ ഈ ഒരു ലൂപ്പിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിന് ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഒരു ടോർക്ക് അനുഭവപ്പെടും. ഇതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ തിയറി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ആണ് അറിയേണ്ടത്. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചത് തന്നെയാണ്. ടോർക്കിന് ടോ =BI/AN sin θ. പക്ഷേ sin θ നമുക്ക് വേണ്ട, കാരണം റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡാണ്. അപ്പോൾ ടോർക്ക് BI/AN എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഫിഗർ നോക്കുമ്പോൾ അതിലൊരു സ്പ്രിങ് ഉണ്ടായിരുന്നു, ഫോസ്ഫർ ബ്രോൺസ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സ്പ്രിങ്. ആ സ്പ്രിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ മെയിൻ പൊസിഷനിലേക്ക് തന്നെ വരാനായിട്ടുള്ളതാണ്. ആ സ്പ്രിങ് എന്താ പറയുക റൊട്ടേറ്റ് ചെയ്യാനുള്ള ചെയ്തത്. അപ്പോൾ ആ സ്പ്രിങ് ഒരു റീസ്റ്റോറിങ് ടോർക്ക് ഉണ്ടാക്കും. ആ ടോർക്കിനുള്ളൊരു ഇക്വേഷനുണ്ട്. ആ ടോർക്കിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോർക്ക് C⁻. C⁻ നമ്മുടെ NCERT-യിൽ K എന്നുള്ള ലെറ്ററാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഉപയോഗിക്കാം. ടോർക്ക് K⁻θ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. തീറ്റ എന്ന് പറയുന്നത് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്ന ആംഗിളാണ്. ഈ കേക്ക് ഒരു പ്രത്യേക പേരുണ്ട്, അതാണ് കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഓർത്തിരിക്കേണ്ട ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്താണ് ആ കോൺസ്റ്റൻറ്റിൻ്റെ പേര്? കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താ പറയുക മെഷർ ചെയ്യുന്ന കറണ്ടിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ അതൊരു ഇക്വിലിബ്രിയം പോയിന്റിലെത്തും. ആ ഇക്വിലിബ്രിയം പോയിന്റിലെത്താണെന്നുണ്ടെങ്കിൽ ഈ ടോർക്ക് എന്ന് പറയുന്നത് സ്പ്രിങ്ങിനെ റൊട്ടേറ്റ് ചെയ്തത് തിരിച്ചെത്തിക്കാനായിട്ടാണ് നോക്കുന്നത്. ഈ ടോർക്കാണെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? BI/AN = K⁻θ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക കറണ്ടാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇരുത്തിയിട്ട് ബാക്കിയുള്ള എല്ലാത്തിനും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വിടാം. അപ്പോൾ കറണ്ട് I = K/BAN × θ. ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ മാഗ്നറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. A എന്തുട്ടാണ്? ആ ഒരു കോയിലിൻ്റെ ഏരിയ, അതും കോൺസ്റ്റൻ്റ് ആണ്. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, അതും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് ഇത് മൊത്തം, ഈ ഒരു ടേം മൊത്തം ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ കോൺസ്റ്റൻറ്റിന് ഒരു ക്യാപിറ്റൽ ലെറ്റർ K കൊണ്ട് ഡിനോട്ട് ചെയ്യാം. I = K⁻θ. ഈ K എന്ന് പറയുന്നതിനൊരു പേരുണ്ട്. ഈ Kക്കാണ് നമ്മൾ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ അറിയിക്കുന്നത്. അപ്പോൾ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ് നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്താൽ ഞാനിപ്പോൾ വേർഡ്സിൽ തന്നെ എഴുതാൻ പോവുകയാണ്. ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ് = ഈ ഇക്വേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തെന്ന്? K/BAN. എന്താണ്? കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ്. നമ്മുടെ NCERT-യിൽ ഇതിന് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്തെന്ന്? ആംഗിളിൽ വെച്ചിട്ടാണ് ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഇട്ടിരിക്കുന്നത്. സംഭവം മനസ്സിലാക്കേണ്ട കാര്യം മെയിനായിട്ടുള്ളത് എന്താണ്? ഈ ഒരു ടേം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്തെന്ന്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡഡ് ബൈ കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റും, അതോടൊപ്പം തന്നെ കപ്പിൾസ് പെർ യൂണിറ്റ് ട്വിസ്റ്റ് ഡിവൈഡഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ് ഒരു ഗാൽവനോമീറ്ററിൻ്റെ കേസിൽ. അതാണ് ഇതിലും ആത്മത്തായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ് എന്തെന്ന്? ഇവിടെ I = ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു തീറ്റ എന്നാണ്. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളത് മനസ്സിലാക്കുക എന്താണ്? ഇംപ്ലൈസ് I പ്രൊപ്പോർഷണൽ ടു തീറ്റ. എന്താണ്? കറണ്ട് എന്ന് പറയുന്നത് ആംഗിളിനാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് കേസിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന ആംഗിൾ കൂടുന്നതിനനുസരിച്ച് കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും കൂടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി
ഈ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ 2 ടേംസാണ് പറയാനായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയാണ്. കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ടാണ്. നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഇക്വേഷൻ പഠിച്ചത് എന്താണ്? I = K തീറ്റ. K എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ് നമ്മളിപ്പം തന്നെ പറഞ്ഞത്? ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് കറണ്ട് എന്ന്. അപ്പോൾ തീറ്റ ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1/K. ഇനി K എന്തെന്നാണ് ഞാൻ പറഞ്ഞത്? K എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് റെസിപ്രോക്കലാണ് എന്താണ്? കറണ്ട് സെൻസിറ്റിവിറ്റി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി CS എന്ന് ഞാനിപ്പോൾ വെറുതെ ഷോർട്ടാക്കി എഴുതുകയാണ്. റെസിപ്രോക്കൽ ഓഫ് എന്തെന്ന്? ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ് എന്താണ്? C ഡിവൈഡഡ് ബൈ BAN. C അല്ലെങ്കിൽ K. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? BAN ഡിവൈഡഡ് ബൈ K. ഇതാണ് കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി കാര്യം പറഞ്ഞു. നമ്മൾ ഓംസ് ലോ പഠിച്ചത് എന്താണ്? V = IR എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അടുത്തത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ കാര്യം പറയാനായിട്ടുള്ളത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയുടെ കേസിൽ എന്താ പറയുക? BAN ഡിവൈഡഡ് ബൈ K എന്ന് കിട്ടി. ഇതിൽ θ/I ആയിരുന്നു അത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയുടെ ഡിഫ്ലക്ഷൻ പെർ യൂണിറ്റ് വോൾട്ടേജ് ആണ്. അപ്പോൾ θ ഡിവൈഡഡ് ബൈ V ആണ്. ഇനി V എന്ന് പറയുന്നത് ഓംസിലെ പ്രകാരം എന്താണ്? I × R ആണ്. I × R. ഇനി θ/R θ/I എന്ന് പറയുന്നത് എന്തിട്ടാണ്? കറണ്ട് സെൻസിറ്റിവിറ്റിയാണ്. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്താണ് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞത്? BAN ഡിവൈഡഡ് ബൈ K. അപ്പോൾ ഇതിനെ നമുക്ക് BAN ഡിവൈഡഡ് ബൈ K × R എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. വോൾട്ടേജ് സെൻസിറ്റിവിറ്റീനെ ഞാൻ VS എന്ന് ഷോർട്ടാക്കി എഴുതാണ്. BAN ഡിവൈഡഡ് ബൈ K × R. അല്ലാന്നുണ്ടെങ്കിൽ കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. പിന്നെ പറയാനായിട്ടുള്ളതാണ് ഈ ഗാൽവനോമീറ്ററിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയാനായിട്ടാണ്. അപ്പോൾ കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്താണ്? അമ്മീറ്റർ. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആക്കാനായിട്ടുള്ളതും പ്രൊസീജിയറും അതോടൊപ്പം തന്നെ ഈ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാനായിട്ടുള്ള പ്രൊസീജിയറുമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗാൽവനോമീറ്ററിൽ കംപ്ലീറ്റ് ഡിഫ്ലക്ഷൻ കിട്ടാനായിട്ട് ഒരു ചെറിയ കറണ്ട് മതി. ഒരു മൈക്രോ ആംപിയർ റേഞ്ചിലുള്ള ഒരു ചെറിയ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഗാൽവനോമീറ്ററിൽ ഫുൾ ഡിഫ്ലക്ഷൻ കാണിക്കും. അപ്പോൾ ഫുൾ ഡിഫ്ലക്ഷൻ എന്താ പറയുക, ആ അളക്കാൻ പറ്റുന്ന റേഞ്ച് വലുതാക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ റേഞ്ച് വലുതാക്കാൻ നമ്മൾ എന്താ ചെയ്യണത്? ആ ചെയ്യേണ്ടത് കാര്യം തന്നെയാണ് എന്താ പറയുന്നത്. നമ്മുടെ ഈ അമ്മീറ്ററിൻ്റെ കേസിൽ എന്താ പറയുക ഒരു കോയിലാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ആ കോയിലിന് മെനി നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ടേൺസ് മൂലം റെസിസ്റ്റൻസ് വളരെയധികം ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് എന്താ പറയുക നമ്മുടെ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കാനായിട്ട് മൈക്രോ ആംപിയർ റേഞ്ചിൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ അമ്മീറ്റർ ഒരു ഡിവൈസിൽ ഒരു സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മീറ്റർ മൂലം വേറൊരു കറണ്ട് ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്നത് കറക്റ്റ് റീഡിങ് ആയിരിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമ്മീറ്റർ എന്നുള്ള സെറ്റപ്പിൻ്റെ റെസിസ്റ്റൻസ് പറ്റാവുന്ന അത്രയും ചെറുതാക്കണം. ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞിരുന്ന സമയത്ത് സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് എന്നുള്ളൊരു വാചകം പറഞ്ഞിരുന്നത് അത് ഏത് കേസിലാണ്? പാരലലിൻ്റെ കേസിലാണ്. അപ്പോൾ ഇതുപോലൊരു ഗാൽവനോമീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസിനെ ഞാൻ ക്യാപിറ്റൽ G കൊണ്ട് തന്നെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനെക്കാട്ടിലും വളരെയധികം ചെറുതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക? ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഇതിന് പാരലലായിട്ട് കണക്ട് ചെയ്യുക. അപ്പോഴാണ് എന്താ പറയുക ഈ ഒരു സെറ്റപ്പിനെ നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നു. ഒരു ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. ഈ റെസിസ്റ്റൻസിന് ഒരു പേരുണ്ട്. ഇതിനാണ് ഷണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ പേടിക്കണം. അത് ആ രീതിയിലാണ് പറയുന്നത്. ഷണ്ട് റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. അതിനെ നമ്മൾ ക്യാപിറ്റൽ S കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് പാരലലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു ഗാൽവനോമീറ്ററിന് പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ അമ്മീറ്റർ എന്ന് പറയുന്നത്. എന്താണ് ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ഗാൽവനോമീറ്ററിന് പാരലൽ ആണെങ്കിൽ അമ്മീറ്റർ. ഇനി ഈ കേസിൽ തന്നെ 2 ഫോർമുലകൾ ഓർത്തിരിക്കാനായിട്ടുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസിൻ്റെ ഫോർമുലയാണ്. അതെന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിനുള്ളിലൂടെ പോകുന്ന കറണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ I എന്ന് നമുക്ക് വിചാരിക്കുക. ഗാൽവനോമീറ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് IG എന്നും ഇതിനെ IS എന്നും നമുക്ക് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ
ആ ഐ എസിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളിപ്പോൾ പാരലാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ പോകുന്ന കറണ്ടാണ് ഐ, നമുക്കിവിടെ തിരിച്ച് കിട്ടുന്ന കറണ്ടും ഐ തന്നെയായിരിക്കും. അപ്പോൾ ഈ ഐ എസിനൊരു പ്രത്യേകതയുണ്ട്. ഐ എസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഐ മൈനസ് ഐ ജി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഷണ്ട് റെസിസ്റ്റൻസിനുള്ള ഒരു ഫോർമുലയാണ് എസ് ഈസ് ഈക്വൽ ടു ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. ഇതാണ് ഫോർമുല. ഇതെങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പാരലൽ കോമ്പിനേഷനിലുള്ളതെന്നുണ്ടെങ്കിൽ രണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇപ്പോൾ ഗാൽവനോമീറ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും നമ്മുടെ ഷണ്ട് റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കേസിൽ ഓംസിൽ വെച്ചിട്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്? ഐ ആർ എന്ന് പറയുന്നത്. വി ഈസ് ഈക്വൽ ടു ഐ ആർ. നമ്മുടെ ഇവിടെ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി ആണെന്ന് പറഞ്ഞു. അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ഐ ജി ജി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഐ ജി ജി ഈസ് ഈക്വൽ ടു ഈ ഷണ്ട് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഐ എസ് ഇൻറ്റു എസ് ആണ്. ഐ എസ് ഇൻറ്റു എസ്. ഐ എസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഐ മൈനസ് ഐ ജി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഐ മൈനസ് ഐ ജിനെ ഈ താഴെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഷണ്ട് റെസിസ്റ്റൻസിനുള്ള ഫോർമുല കിട്ടും. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല, ഐ ജി ജി ഡിവൈഡഡ് ബൈ ഐ മൈനസ് ഐ ജി. അതോടൊപ്പം തന്നെ ഈ കേസിൽ തന്നെ ഓർത്തിരിക്കേണ്ട വേറൊരു ഫോർമുലയാണ് എന്തെന്ന്? ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്നുള്ളത്. അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസിന് ഒരു ക്യാപിറ്റൽ ആറായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പാരലൽ കോമ്പിനേഷനിൽ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല എന്താണ്? ആറാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ 1/R is equal to 1/G plus 1/S. അത് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്തെന്ന്? നമ്മുടെ ഈ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ്. ആ ഫോർമുല നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെന്ന് കിട്ടും? R is equal to GS divided by G plus S എന്ന് നമുക്ക് കിട്ടും. ഇതിൽ ജി എന്താണ്? ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. എസ് എന്ന് പറയുന്നത് ഷണ്ട് റെസിസ്റ്റൻസ് ആണ്. എന്ന് പറയുന്നത് നമ്മുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇനി ഈ ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആക്കാനായിട്ടും നമുക്ക് പഠിക്കേണ്ടതായിട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഗാൽവനോമീറ്ററിന് പാരലായിട്ടൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തപ്പോൾ അതിന് അമ്മീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ വോൾട്ട് മീറ്റർ ആക്കാൻ എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അത് തന്നെയാണ് ചെയ്യണത്. അത് എന്തിനാണ് സീരീസിലായിട്ട് കണക്ട് ചെയ്യുന്നത്? ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഗ്രേറ്റർ ദാൻ ഗ്രേറ്റസ്റ്റ് എന്നുള്ള കേസ് വരുന്നത് എപ്പോഴാണ്? സീരീസിലാണ്. നമ്മളുടെ എന്താ പറയുക, ഒരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്ന എന്താ പറയുക ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അതിലൂടെയും ഒരു കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവുക? നമ്മൾ എന്താ പറയുക ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് മെഷർ ചെയ്യപ്പെടുന്ന സംഭവത്തിൻ്റെ കറക്റ്റായിട്ടുള്ള പൊട്ടൻഷ്യൽ ലെവലിൽ നമ്മൾ മെഷർ ചെയ്യണത്. അത് എന്താ പറയുക ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണതിന് മുമ്പുള്ള പൊട്ടൻഷ്യൽ ആയിരിക്കില്ല നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുക. എന്താ പറയുക നമ്മൾ തെറ്റായിട്ടുള്ള വാല്യൂ ആയിരിക്കും മെഷർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ഹൈ വാല്യൂ ഉള്ള റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗാൽവനോമീറ്റർ ഇതാണെന്ന് വിചാരിക്കാം. അപ്പോൾ കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇതാണ്. ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. എന്താണ്? ഒരു ഗാൽവനോമീറ്ററിന് സീരീസ് ആയിട്ടൊരു ഹൈ വാല്യൂ ഉള്ളൊരു റെസിസ്റ്റൻസിനെ കണക്ട് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഈ റെസിസ്റ്റൻസിനെ നമ്മളൊരു ആർ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആറിനുള്ള ഫോർമുല എന്താണ്? നമ്മളിപ്പോൾ ഗാൽവനോമീറ്ററിലൂടെ ഐ ജി എന്നുള്ളൊരു കറണ്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ത്? ഇത് സീരീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ സെയിം ആയിട്ടുള്ളത് പൊട്ടൻഷ്യൽ അല്ല, കറണ്ടാണ്. അപ്പോൾ ഈ ആറിലൂടെ പോകുന്ന കറണ്ടും ഐ ജി തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ആറിനുള്ള ഫോർമുല എന്താണ്? ആർ ഇസ് ഈക്വൽ ടു ഇത് മെഷർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണെന്ന് നമുക്ക് വിചാരിക്കാം. ഇത് മെഷർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ, ഇതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ആണെന്നുണ്ടെങ്കിൽ വി ഡിവൈഡഡ് ബൈ ഐ ജി മൈനസ് ജി. ഇതാണ് നമ്മുടെ ഈ ആറ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളിലും സ്പെഷ്യലായിട്ടുള്ളൊരു കേസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ്? ഐഡിയൽ അമ്മീറ്ററും ഐഡിയൽ വോൾട്ട് മീറ്ററും. അതിൻ്റെ ഓർക്കേണ്ടതായിട്ട് ഇത്രയൊക്കെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും, ഐഡിയൽ വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അത് രണ്ടുമാണ് ഓർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്താണ്? ഐഡിയൽ ആയിട്ടുള്ള ഒരു അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് 0 ആയിരിക്കും, ഐഡിയൽ ആയിട്ടുള്ള ഒരു വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തന്നതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക.
അതോടൊപ്പം തന്നെ ഈ NCERTയുടെ ബാക്കിലുള്ള എക്സർസൈസസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വേറെയും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നീറ്റ് മാസ്റ്റർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.